MX ഗ്രൂപ്പിന്റെ 22ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങളെ നെഞ്ചേറ്റിയ പ്രിയ ഉപഭോക്താക്കൾക്കായി കിടിലൻ ഓഫർ. നവംബർ 22 മുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ എല്ലാ പർച്ചേസുകൾക്കും ഫ്ലാറ്റ് 22% ഓഫ്. മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളാഞ്ചേരി. ചാലിശ്ശേരിയിൽ ദേശീയ സരസ് മേളയ്ക്ക് തിരി തെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 13ാമത് ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 13ാമത് ദേശീയ സരസ് മേളയ്ക്കാണ് ഇത്തവണ തൃത്താല ചാലിശ്ശേരി വേദിയായിരിക്കുന്നത്. 10,000ങ്ങളെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സരസ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത്. കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണത്തിൽ കുടുംബശ്രീ വഹിച്ച പങ്ക് വലുതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തി. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് കൈവരിക്കാനായതെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ഇതിന് കാരണം കേരളീയ സമൂഹം പുലർത്തുന്ന മതനിരപേക്ഷ ബോധമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവ്വരും സ്വാതന്ത്ര്യത്തിൽ വാഴുന്ന ഒരിടം എന്ന നിലയ്ക്ക് കേരളത്തെ മാറ്റാനാണ് നവോത്ഥാന നായകർ ശ്രമിച്ചത്. അതിന് നല്ല ഫലമുണ്ടായി. അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. അതിനിടയാക്കിയത് നവോത്ഥാനത്തിന് ശരിയായ തുടർച്ച ഇവിടെ ഉണ്ടായി എന്നാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മളെക്കാളും നവോത്ഥാന ശക്തിപ്പെട്ട ഇടങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടങ്ങളിലെല്ലാം ജാതീയമായ വേർതിരിവും മറ്റും അതേപോലെ തന്നെ നിലനിൽക്കുന്നതാണ് നാം കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലുണ്ടായ പ്രത്യേകത നവോത്ഥാനത്തിന് ശരിയായ പിന്തുടർച്ചയുണ്ടായി എന്നാണ്. അത് ദേശീയ പ്രസ്ഥാനം, കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ വലിയ തോതിൽ നവോത്ഥാന മുദ്രാവാക്യങ്ങളായിരുന്നു. കുടുംബശ്രീ പ്രസ്ഥാനത്തെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെന്നും ഇതിനെല്ലാം ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അവസാനിപ്പിക്കാനാണ് ശ്രമമുണ്ടായതെങ്കിൽ സാമ്പത്തിക രംഗത്തുള്ള ഉച്ചനീക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ, അതിൻ്റേതായ വലിയ മുന്നേറ്റങ്ങൾ കേരളത്തിലുണ്ടായി. അതിലൂടെയാണ് കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാകത്തക്ക രീതിയിലുള്ള സാമൂഹ്യ അവസ്ഥയിലേക്ക് എത്തി. അതിൻ്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ. ഒന്ന്, വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്നത് ഏറ്റവും പ്രധാനമായി കണ്ടു. 1987 കേരളത്തിലെ ആദ്യത്തെ സർക്കാർ EMS നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് 8ാം തരം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാണ്. മന്ത്രി MB രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നിയമസഭാ സ്പീക്കർ N ഷംസീർ മുഖ്യാതിഥിയായി. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയായി. അബ്ദുൽ സമദ് സമദാനി, MLA-മാരായ P മമ്മിക്കുട്ടി, PP സുമോദ്, മുഹമ്മദ് മോഹസിൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സംഗീത സംവിധായകൻ ശരത്, പ്രകാശ് ഉള്ളേരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ത്രയ ദി മ്യൂസിക്കൽ ഫ്യൂഷൻ പരിപാടിയും അരങ്ങേറി.